നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കൂടി ക്രൈസ്തവ സമൂഹത്തെ നിരന്തരം ആക്ഷേപിക്കുന്ന പ്രവണതയ്ക്കെതിരെ നടപടിയുണ്ടാകണമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് വിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട തിരുവല്ല മാർത്തോമ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനെതിരെ നടപടി ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനും പരാതി നൽകിയെന്നും പ്രകാശ് പി തോമസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ക്രൈസ്തവ സമൂഹത്തിനെതിരെ ബോധപൂർവമായ അവഹേളനം തുടർച്ചയായി നടന്നു വരുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തെ തുടർന്ന് ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചുകൊണ്ട് അസീസ് കുന്നപ്പള്ളിയും ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസും ക്രിസ്തുവിൻ്റെ ചിത്രം സുരേഷ് ഗോപിയുടെ മുഖത്തോടുകൂടി എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇപ്പോൾ മാർത്തോമ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗ അധ്യാപകനായ രാഹുൽ നാരായണൻ അനുപമ ഫേസ്ബുക്കിൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹം അതിപരിപാവനമായി കരുതുന്നതാണ് വിശുദ്ധ കുർബാന. ഇതിനെ അവഹേളിച്ചുകൊണ്ട് ക്രൈസ്തവ സഭയുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെ അത് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു അധ്യാപകനാണെന്ന് ഓർക്കണം, അദ്ദേഹം സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെ ഒരാൾ അധ്യാപകനായിരിക്കാൻ യോഗ്യനാണ്. ഇതിനെതിരെ അടിയന്തരമായി സർക്കാരും മാനേജ്മെന്റും ഒക്കെ നടപടിയെടുക്കേണ്ടതാണ്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തെ മുഴുവൻ വഴിതെറ്റിക്കുകയും അതോടൊപ്പം തന്നെ വർഗീയമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. ക്രൈസ്തവ സമൂഹം ഒരിക്കലും അക്രമാസക്തമാകത്തില്ല എന്നത് സത്യമാണ്. എന്നാൽ തെറ്റിനോട് ശക്തമായി പ്രതികരിക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള വികലമായ നടപടികൾക്കെതിരെ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാനേജ്മെന്റും ഇതിലെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.